തിരഞ്ഞെടുപ്പ് നടന്നാൽ ബംഗ്ലാദേശിലെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നായിരുന്നു ഇത്രയും നാൾ കേട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ തിരഞ്ഞെടുപ്പ് തന്നെയാണ് ബംഗ്ലാദേശിനെ വീണ്ടും കലാപഭൂമിയാക്കുന്നത്. ഇലക്ഷനിലും രക്ഷപ്പെടാതെ വീണ്ടും എരുതിയിൽ എണ്ണ ഒഴിച്ച അവസ്ഥയിലാണ് നമ്മുടെ അയൽ രാജ്യം. ബംഗ്ലാദേശിൽ വീണ്ടും തെരുവുകൾ സംഘർഷഭരിതമാവുകയാണ്. ഇലക്ഷന് ശേഷവും തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരാൻ പോകുന്ന BNP എന്ന താരിഖ് റഹ്മാന്റെ പാർട്ടിക്കെതിരെ അവരുടെ സഖ്യകക്ഷിയായിരുന്ന ജമാഅത്തെ ഇസ്ലാമി തന്നെ യുദ്ധപ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. MP-മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് ഇപ്പോൾ പുതിയ യുദ്ധകളമായി മാറിയിരിക്കുന്നത്. പാർലമെന്റ് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ജൂലൈ ചാർട്ടർ എന്ന പുതിയ ഭരണഘടനാ ഭേദഗതി അംഗീകരിച്ചുകൊണ്ടുള്ള സത്യപ്രതിജ്ഞ കൂടി ചെയ്യണമെന്നാണ് അവരുടെ ആവശ്യം, ജമാഅത്തിന്റെ ആവശ്യം. എന്നാൽ ഇതിന് BNP തയ്യാറല്ല. ഇതോടെ സത്യപ്രതിജ്ഞ ബഹിഷ്കരിക്കുമെന്നും തെരുവിൽ കലാപം അഴിച്ചുവിടുമെന്നും ജമാഅത്തെ ഇസ്ലാമിയും നാഷണൽ സിറ്റിസൺസ് പാർട്ടിയും ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. ജൂലൈ ചാർട്ടർ എന്നാൽ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയ പ്രക്ഷോഭത്തിന് ശേഷം, ജൂലൈ വിപ്ലവം എന്നവർ പറയുന്ന ആ ഒരു പ്രക്ഷോഭത്തിന് ശേഷം ബംഗ്ലാദേശിന്റെ ഭരണഘടനയും വ്യവസ്ഥകളും അടിമുടി മാറ്റിയെഴുതാൻ കൊണ്ടുവന്ന ഒരു രേഖയാണ്. ജൂലൈ ചാർട്ടർ പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ പാർലമെന്റ് ആദ്യത്തെ 6 മാസം സാധാരണ നിയമങ്ങൾ ഉണ്ടാക്കുന്ന സഭയായിട്ടല്ല, മറിച്ച് ഭരണഘടനാ അസംബ്ലി, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആയിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. ചുരുക്കത്തിൽ പഴയ സംവിധാനങ്ങൾ പൊളിച്ചെഴുതി പുതിയ ബംഗ്ലാദേശ് ഉണ്ടാക്കാനുള്ള ഒരു കരാറാണ് ഈ ജൂലൈ ചാർട്ടർ എന്ന് വേണമെങ്കിൽ പറയാം. വൻ ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുപ്പിൽ ജയിച്ച BNPക്ക് രാജ്യം ഭരിക്കാനാണ് തിടുക്കം. എന്നാൽ ജൂലൈ ചാർട്ടർ പ്രകാരം ആദ്യത്തെ 6 മാസം അവർക്ക് നിയമനിർമ്മാണം നടത്താനോ ഭരിക്കാനോ കഴിയില്ല. പകരം ഭരണഘടന മാറ്റി എഴുതുന്ന പണി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി മാത്രമേ ചെയ്യാൻ കഴിയൂ. കയ്യിൽ കിട്ടിയ അധികാരം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ എന്ന് പറയുന്നത് അവർക്ക് സ്വീകാര്യമില്ല. തോക്ക് തരാം, ഉപയോഗിക്കരുത് എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണത്. ജൂലൈ ചാർട്ടർ തയ്യാറാക്കിയപ്പോൾ തങ്ങളോട് വേണ്ടത്ര ചർച്ച ചെയ്തില്ലെന്നും ഇടക്കാല സർക്കാർ, അതായത് UNS സർക്കാരും പ്രക്ഷോഭകാരികളും ജമാഅത്ത് ഇസ്ലാമിയും ചേർന്ന് ഏകപക്ഷീയമായി ഉണ്ടാക്കിയ രേഖയാണിതെന്നാണ് BNPയുടെ വാദം. അന്നത്തെ സാഹചര്യത്തിൽ മനസ്സില്ലാ മനസ്സോടെ ഒപ്പിട്ടെങ്കിലും ഇപ്പോൾ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ഇവർ തനിനിറം കാണിക്കുകയാണ് എന്നാണ് ജമാഅത്ത് ഇസ്ലാമി പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട വിരോധാഭാസം മറ്റൊന്നാണ്. ഷെയ്ഖ് ഹസീനയെ പുറത്താക്കാൻ ഒന്നിച്ചു നിന്നവരാണ് ഈ പാർട്ടികൾ. അവരാണിപ്പോൾ തമ്മിലടിക്കുന്നത് എന്നാണ്. ഹസീന സർക്കാരിനെതിരെ ഇവർ വിളിച്ചിരുന്ന ഫാസിസ്റ്റ് എന്ന അതേ പേരാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി താരിഖ് റഹ്മാന്റെ പാർട്ടിക്കെതിരെ BNPക്കെതിരെയും ഉപയോഗിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നെന്നും അക്രമങ്ങളും ബലാത്സംഗങ്ങളും അഴിച്ചുവിടുകയാണെന്ന് BNP അഴിച്ചുവിടുകയാണെന്നും ആരോപിച്ചാണ് ജമാഅത്തെ ഇപ്പോൾ തെരുവിലിറങ്ങുന്നത്. പറയുന്നത് ആരാന്ന് ഓർക്കണം, ജമാഅത്തെ ഇസ്ലാമിയാണ്. അതാണ് ഏറ്റവും വലിയ കോമഡി. ചുരുക്കത്തിൽ ഭരണം മാറുന്നു എന്നതല്ലാതെ അരാജകത്വത്തിന് അവിടെ മാറ്റമില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വികാസങ്ങൾ അതീവ ഗൗരവകരമാണ്. ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതോടെ ഇന്ത്യക്ക് അവിടെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരൊറ്റ ശക്തിയും ഇല്ല എന്നതാണ് സത്യം. ഇടക്കാല ഭരണം നടത്തിയ മുഹമ്മദ് യൂനസിന്റെ സർക്കാർ തീവ്രവാദികൾക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു. ഇപ്പോൾ അധികാരത്തിൽ വരാൻ പോകുന്ന താരിഖ് റഹ്മാന്റെ BNP ആയാലും അവർക്കെതിരെ പോരാടുന്ന ജമാഅത്തെ ഇസ്ലാമി ആയാലും ഇന്ത്യ വിരുദ്ധ നിലപാടുകളിൽ ഒട്ടും തന്നെ പിന്നിലല്ല. തീവ്രവാദികളെ പാലൂട്ടി വളർത്തിയ യൂനസ് സർക്കാരിന്റെ ഭരണത്തിൽ ബംഗ്ലാദേശ് എത്രമാത്രം അപജയം നേരിട്ടു എന്നതിന്റെ ദൃക്സാക്ഷ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ബംഗ്ലാദേശ്. ചുരുക്കത്തിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞ് നടത്തിയ തിരഞ്ഞെടുപ്പ് മറ്റൊരു വിഭാഗം വർഗീയ തീവ്രവാദ ചേരിതിരിവിലേക്ക് ബംഗ്ലാദേശിനെ നയിക്കുകയാണ്. ആര് ജയിച്ചാലും തോൽക്കുന്നത് ബംഗ്ലാദേശിലെ സാധാരണ ജനങ്ങളും അവിടുത്തെ സമാധാനവുമാണ്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.